ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് അനാവശ്യ ചിന്തകൾ വല്ലാതെ അലട്ടലുണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അനാവശ്യ ചിന്ത നിമിത്തം ആ കുട്ടികൾക്ക് സുഹൃത്തുക്കളില്ല, നല്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെയധികം വിഷമിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ ഈ വിഷമം അറിഞ്ഞ കൂട്ടുകാരൻ അടുത്തുള്ള ഒരു സെൻറ്റ് മാസ്റ്ററുടെ മോൺസ്റ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ കുട്ടി തൻ്റെ സങ്കടമെല്ലാം ഈ സെൻറ്റ് മാസ്റ്ററോട് പറഞ്ഞു. മാസ്റ്റർ ഒന്നും പറഞ്ഞില്ല, ഉള്ളിലേക്ക് പോയി. ഈ കുട്ടിക്ക് വിഷമമായി. സെൻറ്റ് മാസ്റ്റർ ഒന്നും പറഞ്ഞല്ലോ എന്നോർത്ത്. പക്ഷേ സെൻറ്റ് മാസ്റ്റർ ഒരു ചെറിയ മൺപാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ട് വന്നു. ആ കുട്ടിയോട് ചോദിച്ചു, ഇതിന് എത്ര ഭാരം കാണുമെന്ന്. ആ കുട്ടി ഏകദേശം ഒരു ഭാരം പറഞ്ഞ് ഇത്ര കാണുമെന്ന്. അപ്പോൾ സെൻറ്റ് മാസ്റ്റർ ചോദിച്ചു, ഇത് ഞാൻ കയ്യിൽ കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. അന്നേരം കുട്ടി പറഞ്ഞു, ഒന്നും സംഭവിക്കുകയില്ല. 1 മണിക്കൂർ പിടിച്ചുകൊണ്ടിരുന്നാലോ? അപ്പോൾ കുട്ടി പറഞ്ഞു, 1 മണിക്കൂർ പിടിച്ചുകൊണ്ടിരുന്നാൽ കൈക്ക് വേദനയൊക്കെ എടുക്കും. അപ്പോൾ 1 ദിവസം മുഴുവൻ പിടിച്ചുകൊണ്ടിരുന്നാലോ? 1 ദിവസം മുഴുവൻ പിടിച്ചുകൊണ്ടിരുന്നാൽ കൈക്ക് മസിലുകൾക്കൊക്കെ നല്ല വേദന എടുക്കും, ചിലപ്പം പല രോഗങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന്. അപ്പോൾ സെൻറ്റ് മാസ്റ്റർ പറഞ്ഞു, ചിന്ത നമുക്ക് ആവശ്യത്തിന് മാത്രമേ ആകാവുള്ളൂ. ആവശ്യത്തിനായാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അനാവശ്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ അത് താറുമാറാക്കും. അതുകൊണ്ട് നമ്മൾ വേണ്ട കാര്യത്തിൽ വേണ്ടത് മാത്രമേ, ആവശ്യത്തിന് മാത്രം ചിന്തിക്കുക. അങ്ങനെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി അനാവശ്യ ചിന്തകളൊന്നും വേണ്ട എന്ന്. അതുപോലെ മറ്റൊരു ചൈനീസ് കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ഭയങ്കര അലസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അലസത നിമിത്തം രാജ്യകാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരുന്നു. അപ്പോൾ രാജ്യകാര്യങ്ങളിൽ ഏർപ്പെടാതെ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. തനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പല വൈദ്യന്മാരെയും വിളിച്ചു വരുത്തി, അവരൊക്കെ പരിശോധിച്ചു. എന്നിട്ടും രോഗമൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേറെ 2 വൈദ്യന്മാർ വന്നു. അവരൊന്ന് പരിശോധിച്ച് പറഞ്ഞു, രാജാവിന് അസുഖമുണ്ട്, പക്ഷേ ആ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് അതിനുള്ള ചികിത്സ? അപ്പോൾ ആ വൈദ്യൻ പറഞ്ഞു, രാജാവ് ഒരു സുഖിമാൻ്റെ ഉടുപ്പിട്ട് ഒരു രാത്രിയിൽ ഉറങ്ങണമെന്ന്. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാജാവിൻ്റെ അസുഖമെല്ലാം മാറും. അപ്പോൾ ഒരു സുഖിമാനെ കണ്ടെത്താൻ വേണ്ടി രാജാവ് ഭടന്മാരെ രാജ്യത്തിൻ്റെ നാനാദേശങ്ങളിലേക്ക് അയച്ചു. പലരും പല പ്രദേശങ്ങളിലൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഒരു ഭടൻ പോയ വഴിക്ക് ഒരാൾ പുൽത്തകിടിൽ കിടന്ന് സന്തോഷനായിട്ട് ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ആ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ വളരെ സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ആ ഉടുപ്പ് ഒരു ദിവസത്തേനൊന്ന് തരാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എനിക്ക് ഉടുപ്പ് പോലും ഇല്ലെന്ന്. പിന്നെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ദുഃഖിക്കാൻ ഇടകിട്ടാതെ അത്രമാത്രം ജോലി തിരക്കുണ്ട് ഈ അലസന്. അതുകൊണ്ട് എനിക്ക് ജോലി തിരക്കുള്ളതിനാൽ ഈ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ വിവരം ആ ഭടൻ പോയി രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവിന് തോന്നി, താൻ രാജ്യമൊന്നും ഭരിക്കാതെ അലസത കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ വല്ലാതെ അലട്ടുന്നതെന്ന് മനസ്സിലായി. അദ്ദേഹം അങ്ങനെ രാജ്യഭരണങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടത്തി തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ അസുഖമെല്ലാം ഭേദമായി നല്ല ഭരണം കാഴ്ചവെക്കാനും സാധിച്ചു. അതുപോലെയാണ് അനാവശ്യ ചിന്തകളും അമിത ചിന്തകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ ഗതിയെ താറുമാറാക്കും. അതുകൊണ്ട് നമ്മൾ വേണ്ട രീതിയിൽ മാത്രം ചിന്തിക്കുക. അതുപോലെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിഷമിച്ചിരിക്കാതെ അതിലെ തെറ്റുകൾ
കണ്ടെടുത്ത് അതിനെ തിരുത്തി നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കുവാൻ സാധിക്കും.